നമ്മളൊരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോവാന്ന്. അപ്പൊ സർപ്രൈസ് ആണ് ഈ വീഡിയോ. അപ്പൊ നമ്മളെ ഇതെല്ലാം റെഡിയായി 9:15 ട്രെയിൻ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുള്ളത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ട്രെയിൻ ഏകദേശം വരാനായി ഇതാ വന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയാണ്? ഞങ്ങൾ ഇത്രയും നാളും പഞ്ചാബ് പോയി, ആസാം പോയി, അതുപോലെ പൂനെയിൽ പോയി, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ട്രെയിനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടും ട്രെയിനിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, അവസാനം പറയാം. അപ്പോൾ നമ്മളിതാ ചെയർ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇരുന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരു ദിവസം മഴയില്ലാണ്ട് നിൽക്കുമ്പോൾ നല്ല ചൂടുമാണ്, പുറത്ത് നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഇതാ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു, നല്ല വെയിലാണ്. അപ്പോൾ നമ്മളിതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കൊച്ചി എത്തി. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ചെറായിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ബീച്ച് ഉണ്ട് കേട്ടോ, വീടിൻ്റെ അടുത്ത്. അപ്പം വൈകുന്നേരം ആദ്യം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വൈകുന്നേരം ബീച്ചിൽ പോയി. അപ്പോൾ ബീച്ചിൽ കുട്ടികളൊക്കെ കളിച്ച് നല്ല അടിപൊളി ഈവനിങ്ങിൻ്റെ സൺസെറ്റ് വൈബാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യം ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ആ കാര്യമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ മറൈൻ ഡ്രൈവ് കറങ്ങാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1:15 നമുക്ക് എറണാകുളത്ത് നിന്ന് നമ്മളെ കണ്ണൂരേക്ക് വരാനുള്ള ട്രെയിൻ ഉള്ളത്, നേത്രാവതി. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹൊറിബിൾ ജേണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മറൈൻ ഡ്രൈവിലൂടെ നടക്കുമ്പോൾ നല്ലൊരു പപ്പിക്കുട്ടി കേട്ടോ. പപ്പിക്കുട്ടീൻ്റെ ഗാഡി നടക്കാൻ കൊണ്ടുവന്നത്. അപ്പം ആളിന് ഭയങ്കര ഇഷ്ടമാണ് പപ്പീനെ. അപ്പോൾ കുറേ സമയം നോക്കിയപ്പോൾ ഞാൻ അങ്കിളിനോട് പോയി സംസാരിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, വാ മോളെ തൊട്ട് നോക്കിക്കോ, ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു. മാളും അങ്ങ് പോയി തടവി തലോടി. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിതാ ആ പട്ടീനെയും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു പോയിട്ട്. അപ്പോൾ നമ്മൾ ദൂരെ വരെ നോക്കി നിന്നു. അവനാണോ അവളാണോ എന്നറിയില്ല. റോക്കി എന്നാണ് പേര് പറഞ്ഞത് കേട്ടോ. അപ്പോൾ റോക്കി ആണാണോ പെണ്ണാണോ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞ് മറൈൻ ഡ്രൈവിലൂടെ നമ്മളൊന്ന് ജസ്റ്റ് നടന്ന്, ഒരുപാട് ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് അല്ലേ. ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമേൻ്റെ പേരുകളും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോവാന്ന്. ഇതുവരെ കയറിയിട്ടില്ല. പിന്നില്ലേ വാട്ടർ മെട്രോ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൂടി പോകുന്ന മെട്രോ ട്രെയിനാണെന്നാണ് ഞാനും മാളും വിചാരിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അതല്ല, വാട്ടറിലേക്ക് കൂടി, അതായത് വെള്ളത്തിൻ്റെ മേലെ കപ്പലിൽ പോകുന്നു, അത്രയേ ഉള്ളൂ, അങ്ങനെയുള്ളൊരു മെട്രോ. അപ്പോൾ ഇതാ ഞങ്ങൾ 9:30, ഇപ്പോൾ രാവിലെ 9:30 സമയം. കാരണം 1:15 വരെ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ നമുക്ക് കൊച്ചി കറങ്ങണമെന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ. അപ്പോൾ പോയി ടോക്കണൊക്കെ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ അവിടെ മെട്രോ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾ എത്തുമ്പോഴാണ് ഒരു വാട്ടർ മെട്രോ പോയത്. ഇനി അടുത്ത ആൾക്കാർ വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം സമയമായി. അപ്പം മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, കാരണം ആദ്യമായിട്ട് കയറുന്നതാണല്ലോ. അപ്പോൾ കയറിയപ്പോൾ ഇല്ലേ, എന്താ പറയേണ്ടത്, നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ കുറച്ച് വലിയ രൂപം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത് എനിക്കറിയില്ല, പോയവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഒരു അനുഭവം. പിന്നെ ഞങ്ങൾ പോലെയുള്ള കുറച്ചാളേ ഇല്ലൂ ഇങ്ങനെ കറങ്ങാൻ വന്നിട്ട് കയറുന്നത്. ഒരുപാട് ആൾക്കാർ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുവാണ്. കാരണം കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കില്ലേ. അപ്പം വാട്ടറിലേക്ക് കൂടി ഈ മെട്രോയിൽ കയറിയിട്ട് ആവശ്യ സ്ഥലങ്ങൾക്കും ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പുറത്തെ കാഴ്ചകൾ പറഞ്ഞാൽ ഒരുപാട് ഷൂട്ടിംഗ് സ്ഥലങ്ങൾ, ഷൂട്ട് ചെയ്ത വീടുകളൊക്കെ സൈഡിൽ കാണാനുണ്ടായിരുന്നു. എത്രത്തോളം എൻ്റെ ക്യാമറയിൽ പതിഞ്ഞു എന്നറിയില്ല. അങ്ങനെ മെട്രോയിലേക്ക് കൂടി ഞങ്ങൾ യാത്ര ചെയ്യുവാന്ന്. പിന്നെ
അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നൊക്കെ. പിന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഫോട്ടോയും വീഡിയോ ഒക്കെ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ക്യാമറയിലാണെങ്കിൽ കുറച്ചും കൂടി കളറാക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടാ. എന്നിട്ട് അവിടെ ഞങ്ങൾ ആ സ്ട്രീറ്റിലേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കയ്യിൽ വണ്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നു. കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ അവിടെ വന്നു നിന്നു. അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു 1 മണിക്കൂറിന് 300 രൂപ, അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആ സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോയി അവിടുന്ന്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് ഒരുപാട് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചി എറണാകുളം എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ നാടല്ലേ അല്ലേ? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവള് കുറേ സമയമല്ലേ ഇത് പറയുന്നത്. പക്ഷെ സത്യമാണ് കേട്ടാ. നമ്മളെ ഗ്രാമഫോൺ സിനിമയിൽ ദിലീപ് ഒരു കടയിൽ നിന്നിട്ടേ ആ കട ഇവിടെ കാണാനുണ്ട് കേട്ടാ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചോ, നിങ്ങൾക്കത് മനസ്സിലാവും ഏതാണ് ആ കട എന്ന്. അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോഴേ അവർ കടയിൽ കയറാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുള്ളിൽ കയറി നമുക്ക് കാര്യമായിട്ട് വാങ്ങാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ നിന്നില്ല കേട്ടാ. ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ട്, മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് മാളുവിന് ഒരു കുഞ്ഞ് കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. കാരണം എറണാകുളം വരെ വന്നിട്ട് ഒന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവളങ്ങ് വഴക്കുണ്ടാക്കും. അപ്പോൾ ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയോളമായി. അപ്പോൾ ഇന്നത്തെ എറണാകുളത്തെ വിശേഷം ഇതോടുകൂടി തീരുവാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ട്രെയിനിൽ പോവുകയാണ്. ഇനി ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, അത് എറണാകുളത്തിലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എന്തായിട്ടും മറക്കാൻ പാടില്ല. എറണാകുളം ട്രിപ്പിൻ്റെ 2ാമത്തെ വീഡിയോ വരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.